ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പഫ് പേസ്ട്രി ഷീറ്റ് ഉപയോഗിച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അറബിക് ബ്രെഡ് പുഡിങ് അല്ലെങ്കിൽ ഉമ്മലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ അതിന് വേണ്ടിയിട്ട് പഫ് പേസ്ട്രി ഷീറ്റാണ് എടുക്കാറുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവന് ഒരു 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഒരു 10-12 സമോസ ഷീറ്റ് എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിൽ നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓവനിൽ വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിന് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് പാല് 1 ഗ്ലാസ്, പിന്നെ മിക്സഡ് നട്ട്സ്. അപ്പോൾ ഈ മിക്സഡ് നട്ട്സ് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മൾക്ക് ഒരു ഷുഗർ, ഒരു 5 ടീസ്പൂൺ ഷുഗർ, പിന്നെ കുറച്ച് റൈസിന്, പിന്നെ കുറച്ച് ഡ്രൈ കോക്കനട്ട്, ഒരു 2 ടീസ്പൂൺ ഡ്രൈ കോക്കനട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നട്ട്സ് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് റെഡി ആയപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ ചെറിയ കഷ്ണമായിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ പീസാക്കിയിട്ട് തന്നെ നമുക്ക് പുഡിങ്ങിലിടാം. അതിനുശേഷം നമ്മൾ ഇതൊരു ബേക്കിംഗ് ട്രേയിൽ നിരത്തി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള പാല് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാല് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ഇട്ടേക്കുന്ന സമൂസ ഷീറ്റിൻ്റെ മേലെ നമ്മൾക്ക് 2 ടീസ്പൂൺ ഡ്രൈ കോക്കനട്ട് ഇട്ടു. അതിൻ്റെ മേലെ നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി ചൂടാക്കിയത് നമ്മൾ പഞ്ചസാരയും കൂടി, പാലും പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചൂടാക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ മേലെ നമുക്ക് മാറ്റി വെച്ചേക്കുന്ന റൈസിനും മിക്സഡ് നട്ട്സ് പൊടിച്ചതും, ബദാം, പിസ്ത, കാഷ്യൂ ഇവ 3ഉം പൊടിച്ചത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ നട്ട്സ് പൗഡർ ഒരു 3/4 ഭാഗത്തോളം ഇട്ടാൽ മതി. ബാക്കി 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം. പുഡിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ബാക്കി 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രീമിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോട്ടൽ 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തു. ആദ്യം നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാര പാല് ചൂടാക്കിയപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ ഓവന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ സമൂസ ഷീറ്റ് പുറത്തെടുത്തതിന് ശേഷം ഓവന് സെയിം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് വീണ്ടും നമുക്ക് പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുഡിങ് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്ത് ക്രീം ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും മാറ്റി വെച്ചേക്കണ നട്ട്സ് പൗഡർ നമ്മൾ വീണ്ടും 1/4 ഭാഗം നട്ട്സ് പൗഡർ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 1/4 ഭാഗം നട്ട്സ് പൗഡർ വീണ്ടും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തേക്കണ ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ടോപ്പൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.